വെറും മാറിയ റീൽ. അയ്യോ, തൊലി ഉരിഞ്ഞു പോകുന്ന തരത്തിലുള്ള റീൽ ഇട്ടോണ്ടിരുന്ന ആരാണാവോ അത്? ഇവരാണ് കക്ഷികൾ. മുട്ടത്തോടും തലയും വെച്ചോണ്ട് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതാണ്. പിന്നെ കെട്ടും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് രണ്ടുകൂടെ അടിച്ച് പിരിഞ്ഞിട്ടുണ്ട്. ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച്. എന്തായാലും അടിച്ചു പിരിഞ്ഞത് നന്നായി. ഈ പെണ്ണ് റീലെടുത്ത് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ പല്ല് കാണിക്കാതായിരുന്നു. നിങ്ങൾക്ക് പല്ലുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. നിന്റെ ഫേസ് കണ്ട ഫ്രണ്ടും ബാക്കും മാറിപ്പോകും. ഇപ്പൊ കുറച്ച് നാളായിട്ട് എവിടാന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അവനെ കാണാനില്ല. ഇപ്പൊ എന്താണെങ്കിലും രണ്ടെണ്ണോടെ പൊങ്ങി വന്നിട്ടുണ്ട്. അറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. ആ സമയത്ത് ഭയങ്കര ഇന്റർവ്യൂ ഒക്കെ കുറെ ചാനലുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഇവരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു രണ്ടെണ്ണത്തിന് വിവരം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല. വിവരവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ഒരുത്തി +1 തോറ്റ് പഠിപ്പ് നിർത്തി, ഒരുത്തൻ 8ാം ക്ലാസ്സിൽ തോറ്റ് പഠിപ്പ് നിർത്തി. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. രണ്ടും കൂടെ 12ാം വയസ്സിൽ പ്രണയിച്ച് തുടങ്ങിയതാണ്. ഇത് ഇന്റർനെറ്റ് ലവാ. ഓ, പുതിയ കാലഘട്ടത്തിലെ പ്രണയമായിരിക്കും. 7 കൊല്ലത്തെ പ്രണയം 18ാം വയസ്സ് തികഞ്ഞപ്പോഴത്തേക്ക് ഇവളുമായിട്ട് ഒളിച്ചോടി പോയി. ഈ വിഷ്ണു എന്ന് പറയുന്നവൻ ഒരു റീൽ ഇട്ടു. എന്താ സംഭവം? ഇവനെ തേച്ചിട്ട് വേറൊരുത്തന്റെ കൂടെ പോയി എന്നും പറഞ്ഞിട്ടാണ്. ഞങ്ങള് ബ്രേക്കപ്പ് ആയി. അവള് പറ്റിയായിരുന്നു, പ്ലാൻ ചെയ്ത് പറ്റിയായിരുന്നു. വേറൊന്നല്ല, ബ്രേക്കപ്പ് ആവാൻ കാരണം വേറൊന്നല്ല. കാരണം എന്താണെന്നറിയാമോ? അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവളും വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. അത് വേറെ ആരുമല്ല, എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെയാണ്. സ്വന്തം സഹോദരനെ പോലെ കൂടെ നിന്നിട്ട് ദുഷ്ടൻ ചതിച്ചല്ലോ. ചതിയും വീണ്ടും അവിഹിതം ഗായ്സ്, വീണ്ടും അവിഹിതം. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരാളുടെ അവിഹിതം, കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ചേത പെണ്ണോട്ട് അവിഹിതം. സൂപ്പർ കൂട്ടുകാരനാണ് മോനെ, വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന കൂട്ടുകാരൻ. എല്ലാ കാര്യങ്ങളും തെളിവായിട്ട് ഇതിന്റെ ബാക്കിൽ തന്നെ ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിനേക്കാൾ നല്ലത് എന്റെ ചാവ എടുക്കണതല്ല. ഞാൻ ഇനിയും വരും, പേടിക്കും കേട്ടോ.